എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തനവുമായിരുന്ന അശോകന്റെ രണ്ടാമത്തെ പുസ്തകം അത് പ്രസിദ്ധീകരിക്കുന്ന പ്രകാശനം ചെയ്യുന്ന ചടങ്ങില് ആ പുസ്തകം പരിചയപ്പെടുത്താൻ ഇടയായതിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു പൂർണ്ണ ജീവചരിത്രമല്ല എന്ന് ശ്രീ അശോകൻ തന്നെ ആമുഖത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു അവലോകനം. അതുപോലെ തന്നെ ഇത് എഴുതുന്നതിൽ എൻ്റെ ഒരു പങ്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇത് എഴുതിയത് എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇതുപോലൊരു പുസ്തകം എഴുതുന്നത് ഒരുപക്ഷെ ഡൽഹിയില് അദ്ദേഹം രാഹുൽ ഗാന്ധി രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചത് മുതലുള്ള എല്ലാ സംഭവവികാസങ്ങളും ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് കണ്ട ഒരു വ്യക്തിയാവണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അത് സന്തോഷം സ്വീകരിച്ചു. കൃത്യസമയത്ത് തന്നെ അത് എഴുതി തിരികെയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഇതൊരു പൂർണ്ണ ജീവചരിത്രമല്ല എന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും നിർണായകമായ തീരുമാനങ്ങളും സംഭവവികാസങ്ങളും എല്ലാം ഇതിൽ വിവരിക്കുന്നുണ്ട്. ആ സംഭവവികാസങ്ങൾ വിവരിക്കുന്നതിനൊപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അശോകന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ ഇന്ന വർഷം ഇന്നാം തീയതി പൂജാദിനായി എന്ന് തുടങ്ങി എഴുതുന്ന ഒരു ജീവചരിത്രമല്ല. അദ്ദേഹം ഇതിനകത്ത് രാഹുൽ ഗാന്ധിയെ വിലയിരുത്തുന്ന ഒരു രംഗമുണ്ട്. അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെന്നാണ് പറയുന്നത്. വാസ്തവത്തില് ഞാനത് അത് വായിച്ചപ്പോൾ സന്തോഷം തോന്നി. അതുപോലെ നമ്മൾ ആലോചിക്കുകയായിരുന്നു എത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന എത്ര പേരാണുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി ജീവിതത്തിന്റെ വിഭിന്നമായ വശങ്ങളെ അശോകൻ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ കണ്ടു പ്രകാശ് അംബേദ്കറുടെ ഒരു അഭിമുഖം കുറച്ചു പേരെങ്കിലും വായിച്ചു കാണും. അംബേദ്കറുടെ കൊച്ചുമകനാണ്. അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവമായി കാണേണ്ട വളരെ ആത്മാർത്ഥതയുള്ള ഒരു നേതാവാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതാൻ അശോകനോട് ആവശ്യപ്പെട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ശ്രീ രാഹുൽ ഗാന്ധിയെ പലരും പപ്പു എന്ന് വിളിച്ചു പറയുകയും അല്ലെങ്കിൽ ആക്ഷേപിക്കുകയും BJP-കാർ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പോലും കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു നേതാവാണ് എന്ന് വിമർശിക്കുകയും അല്ലെങ്കിൽ വിമർശന ബുദ്ധിയ പറയുകയും ചെയ്യുമ്പോഴും ഇന്ത്യ ഒരുപക്ഷെ കാത്തിരിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞാനൊരു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ ഇന്ത്യ, അതായത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഭരണഘടന ഉയർത്തിപ്പിടിക്കപ്പെടണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണ ശരാശരി പൗരനും ചെയ്യുന്നതുപോലെ ഞാൻ അതിന് സാധിക്കുന്ന ഭാവിയിൽ ഇന്ത്യയിലെ അത്തരത്തിലൊരു ഇന്ത്യയെ നിലനിർത്തുന്നതിന് സാധിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ മാത്രമാണ് എനിക്ക് കോൺഗ്രസിനോടുള്ള ബന്ധം. പക്ഷെ ഞാൻ അന്ന് മുതൽ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഇന്ന് പ്രകാശ് അംബേദ്കർ പറഞ്ഞ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട വളരെ ആത്മാർത്ഥതയുള്ള ഒരു നേതാവ്. അത് ശ്രീ ഹസൻ ഇവിടെ കുറെ പറയുകയുണ്ടായി. അപ്പൊ ഈ ആളിനെ വിവരിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഇന്ദിരാഗാന്ധി കാശ്മീർ കടന്നു വരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി കടന്നു വരുന്നു. അച്ഛൻ കൊടുത്ത വാത്സല്യം അല്ലെ മുത്തശ്ശി കൊടുത്ത സ്നേഹം വരുന്നുണ്ട്. മുത്തശ്ശിയുടെ മരണം. അങ്ങനെ അവര് കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു ബാല്യം, അവർക്ക് ക്ലാസ്സിലോ സ്കൂളിലോ പോകാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടം. പിന്നീട് രാജീവ് ഗാന്ധിയുടെ ദുരന്തപൂർണമായ ഒരു മരണം. പിന്നീട് സോണിയാഗാന്ധി വരുന്നത്, രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അദ്ദേഹത്തിന്റെ വളർച്ച, അദ്ദേഹത്തിനുണ്ടായ തളർച്ചകൾ, പരാജയങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നത് തന്നെ ഭാരത് ജോഡോ യാത്രയും പറയുന്നു. അതാണ് ഇവിടെ ഭാരത് ജോഡോ യാത്രയിലാണ് ഇന്ന് സമകാലീന ഇന്ത്യയിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. അതായത് അതിവിടെ പ്രസിഡന്റ് ഇവിടെ പറയുകയുണ്ടായി, വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ വെറുപ്പിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്നേഹത്തിന്റെ കഥകൾ തുറക്കണം. അദ്ദേഹം പ്രധാനമന്ത്രിയാൻ ആഗ്രഹിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള ഇവിടെ പറയുകയുണ്ടായി. പക്ഷേ അന്നേരവും അദ്ദേഹത്തിന്റെ ഓരോ നടപടികളും, എല്ലാ നടപടികളും പാർട്ടിയോ തെരഞ്ഞെടുപ്പോ മാത്രം ലക്ഷ്യമാക്കിയുള്ളതായിരുന്നില്ല. ഭാരത് ജോഡോ യാത്രയെ പറ്റി പോലും അദ്ദേഹം അതൊരു പ്രചാരണ ജാഥയാക്കാൻ അല്ലെ പ്രചാരണ ജാഥ പ്രകടനമാക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. അത് അദ്ദേഹം ഇന്ത്യയെ അല്ലെ ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കുക എന്നൊരു ലക്ഷ്യം അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ വിഭിന്നമായ ഇന്നത്തെ ഇന്ത്യക്ക് ആവശ്യമായ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനായിട്ടാണ്
ഇത് കോൺഗ്രസ് നേതാവെന്നുള്ള കോൺഗ്രസിന്റെ കാര്യം. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ ഇന്നത്തെ ഇന്ത്യയുടെ സമകാലീന അവസ്ഥയിൽ ഒത്തിരി വേവലാതികളും സങ്കടങ്ങളും അല്ലെങ്കിൽ നിരാശയോ അല്ലെങ്കിൽ ആശങ്കകളൊക്കെ ഉള്ള പലരിൽ ഒരാളാണ് ഞാനും. എന്നെ പോലൊരു സാധാരണ ശരാശരി പൗരൻ. ഈ മനുഷ്യനില് ഇന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോൽക്കുമോ അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ മനുഷ്യനില് ഇന്ത്യയിൽ ഭാവിയിൽ നമുക്ക് ആവശ്യമായ ഒരു മനുഷ്യനായിട്ട് കാണുന്നു. അത്തരത്തിലൊരു പുസ്തകമാണ് അശോകൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം രാഹുൽ ഗാന്ധിയെ കുറിച്ചായതുകൊണ്ട് ഞങ്ങളുടെ പ്രസിദ്ധീകരണശാല ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് ആരും കരുതരുത്. ഇവിടെ പ്രദീപ് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം EMS കുറിച്ചാണ്. അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന് എഴുതിയ പുസ്തകമാണ്. അങ്ങനെ ചരിത്രം അല്ലെങ്കിൽ സംസ്കാരം, കേരള ഇന്ത്യൻ ചരിത്രം, അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ഞാൻ ഒരു പുസ്തകത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ട് ശ്രീ ഏക്കാരനെയൊക്കെ കേൾക്കേണ്ട കാര്യമാണ്. ബന്ധപ്പെട്ട് ഈ കേരള ചരിത്രവുമായി അല്ലെങ്കിൽ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു തെരച്ചിലിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കോൺഗ്രസ്സുകാരും പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട്ടിലൂടെ കേരളത്തിന്റെ ചരിത്രം ആരും എഴുതിയിട്ടില്ല എന്നുള്ളത് ഒരു പുസ്തകത്തിലും ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ് നേതാക്കള് പറ്റുമെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. ഞാൻ കണ്ട ഏക പുസ്തകം മലബാർ കലാപത്തെക്കുറിച്ച് CKM മാധവൻ നായർ എഴുതിയ ഒരു പുസ്തകമാണ്. അത് വളരെ വസ്തുനിഷ്ഠമായ കലാപത്തെക്കുറിച്ചുള്ള ഏറ്റവും വസ്തുനിഷ്ഠമായ ഒരു പുസ്തകമാണ്. പിന്നീട് കോൺഗ്രസിന്റെ ചരിത്രം വന്നിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ഒരു ആത്മകഥ, കുറെ ആത്മകഥകൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിലൂടെ കേരളത്തിന്റെ വികസനത്തെ, കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കാണാൻ കോൺഗ്രസ്സുകാര് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമെന്ന് ഞാൻ പറയുന്നില്ല. അത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ്. അതേസമയം CPM ആവട്ടെ, CP ആവട്ടെ, മറ്റു പാർട്ടികളായിട്ട് അവരുടെ കാഴ്ചപ്പാടിലൂടെ EMS ഒക്കെ എത്ര പുസ്തകങ്ങൾ, ബലറാം, ഇവരെല്ലാം അവരുടെ കാഴ്ചപ്പാടിലൂടെ കേരളത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയുമെങ്കിലും കോൺഗ്രസ്സുകാര് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുറെ വായിക്കുകയും പഠിക്കുകയും അത്യാവശ്യത്തിന് എഴുതുകയൊക്കെ ചെയ്യണം. അത് ഞാൻ ഈ മന്ദാരത്തിന് വേണ്ടി പറയുന്നതല്ല. പിന്നീട് ഒരു കാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയം പഠിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിക്കുമുള്ള ബന്ധം, പങ്ക് എന്താണെന്ന് അറിയണം. ഞങ്ങൾ അത്തരത്തിലുള്ള ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയല്ല, കോൺഗ്രസിന് വേണ്ടിയുമല്ല. പക്ഷെ അറിയപ്പെടാതെ പോയ ചില ചരിത്ര സംഭവങ്ങൾ, നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ, അതിന്റെ ചില ആളുകൾ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ പുസ്തകം ഞങ്ങളിവിടെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. KPCCയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ഒരു ശ്രീ ഹസൻ ഇവിടെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് തന്നെ ഒരു 250 കോപ്പി KPCC ഓഫീസിൽ അദ്ദേഹത്തിന് എത്തിക്കുന്നതാണ്. എത്രയും വേഗം അത് സ്വീകരിക്കുകയും അത് അതിന്റെ പണമായിട്ട് അതിന്റെ തിരികെ തരികയും അല്ല മുഖവിലയല്ല, 250 രൂപ വിലയുള്ള പുസ്തകം 220 രൂപയ്ക്ക് KPCCക്ക് കൊടുക്കും. പിന്നെ ആവശ്യപ്പെട്ടാൽ ഇപ്പം അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് KPCC കൊടുക്കുന്ന പുസ്തകം 200 രൂപയ്ക്ക് കൊടുക്കാനും മന്ദാരം തയ്യാറാണ്. ഈ ചടങ്ങിൽ ഞങ്ങളോട് സഹകരിച്ച് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അശോകൻ രചിച്ച രാഹുൽ ഗാന്ധി വെല്ലുവിളികളിൽ പതറാതെ എന്ന പുസ്തകം AK ആന്റണി ഇന്നിവിടെ പ്രകാശനം നടത്തുകയാണ്. ഇന്നലെയാണ് വാസ്തവത്തിൽ എനിക്ക് കിട്ടിയത്. ജോലി തിരക്കിനിടയിൽ ഓടിച്ചു നോക്കാനേ കഴിഞ്ഞുള്ളൂ. ശ്രീ അശോകൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഉത്തമ സുഹൃത്താണ്. ശ്രീ AK ആന്റണിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ KSUവിൽ ഒരു പടയോട്ടം തുടങ്ങിയ കാലത്ത് അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മലബാറിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തനായ നേതാവ്, അതെ, ഷൺമുഖദാസിന്റെ ആ കാലഘട്ടത്തിൽ ഞാനും KSUവിന്റെ പ്രവർത്തന രംഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് പരിചയപ്പെട്ട ആളാണ് ശ്രീ അശോകൻ. പിന്നീട് മാതൃഭൂമിയിലെ പലയിടത്തും ലേഖകനായി ഡൽഹിയിലായിരുന്നു. എപ്പോൾ ഡൽഹിയിൽ പോയാലും അദ്ദേഹവുമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അവസരം കിട്ടാറുണ്ടായി. രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വളരെ ആഴത്തിൽ വിലയിരുത്തുന്ന ഒരു ഒന്നാം തരം മലയാള പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്നു ശ്രീ അശോകൻ.
അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ ഒരു ജീവചരിത്രം തണ്ണിക്കുട്ടി എഴുതിയിട്ടുണ്ട്, ജീവചരിത്രമല്ല, എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മമായി അവലോകനം ചെയ്ത് വിലയിരുത്തി എഴുതിയ പുസ്തകമാണ്. വളരെ ആവേശകരമായ ഒരു ഇതാണ് എനിക്ക് വായനയിൽ അനുഭവപ്പെട്ടത്. കാരണം രാഹുൽ ഗാന്ധി ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രാഷ്ട്രീയത്തിലെ ആ പോരാട്ടത്തിന്റെ ചരിത്രം ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹം ജനിച്ചു വീണപ്പോൾ തന്നെ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന കുട്ടി ഈ ഭൂമുഖത്തേക്ക് വരുന്നത്. സ്വന്തം മുത്തശ്ശിയുടെ വധം, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവിന്റെ ദാരുണമായ അന്ത്യം, ഈ കാലത്താണ് ആ ബാലമനസ്സ് ലോകത്തെ കാണുന്നത്, ജീവിതത്തെ കാണുന്നത്, രാഷ്ട്രീയത്തെ കാണുന്നത്. രാഷ്ട്രീയത്തിലേക്ക് ആ പിതാവിനെ പോലെ തന്നെ ആകസ്മികമായിട്ട് കടന്നു വന്നയാളാണ് രാഹുൽ ഗാന്ധി. ആകാശത്ത് വിമാനം പറത്തിയിരുന്ന രാജീവ് ഗാന്ധി ആകസ്മികമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ അച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ നിര്യാണം, അമ്മയുടെ തണലിൽ ജീവിച്ചിരുന്ന രാഹുൽ ഗാന്ധിയെ എല്ലാവരും, നേതാക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികളും വളരെ സമ്മർദ്ദം ചെലുത്തി നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. പ്രധാനമന്ത്രി മോഡി ആവർത്തിച്ച് പറയുന്ന ഒരു ആരോപണമുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ കുടുംബാധിപത്യമാണ്. ആ കുടുംബാധിപത്യത്തിന്റെ അവസാനത്തെ കണ്ണിയായിട്ടാണ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ എന്നെ ആന്റണി പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ തോന്നും പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയുകയാണ്, യാഥാർത്ഥ്യം പറയുകയല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ പുത്രി ഇന്ദിരാഗാന്ധി എന്നാണ് കേന്ദ്ര മന്ത്രിസഭയിൽ വന്നത്, എങ്ങനെയാണ് പ്രധാനമന്ത്രിയായത്? ഇന്ദിരാഗാന്ധിയെ വധിക്കപ്പെട്ടപ്പോൾ രാജീവ് ഗാന്ധി എങ്ങനെയാണ് പ്രധാനമന്ത്രിയായത്? രാജീവ് ഗാന്ധിയുടെ മരണശേഷം സോണിയാഗാന്ധി എങ്ങനെയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ഇവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ വീട്ടിൽ നിന്ന് കുളിച്ച് തൊഴിലിറങ്ങി വന്നവരൊന്നുമല്ല. ഈ പാർട്ടിക്കാർ ഒന്നടങ്കം സമ്മർദ്ദം ചെലുത്തി കോൺഗ്രസിനെ രക്ഷിക്കാൻ സോണിയാഗാന്ധി അത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണം. കെ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശക്തമായ സമ്മർദ്ദമാണ്. രാഹുൽ ഗാന്ധിയും അങ്ങനെയാണ് വന്നത്. അതിനെയാണ് കുടുംബാധിപത്യം എന്ന് പറയുന്നത്. നെഹ്റു കുടുംബത്തെ കുറിച്ച് പറയാൻ പ്രധാനമന്ത്രിക്കോ മറ്റുള്ളവർക്കോ വല്ല അർഹതയുണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നെഹ്റു കുടുംബം, ആനന്ദ് ഭവൻ അത് വഹിച്ചിട്ട പങ്കെടുത്ത മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇവരുടെയൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കെടുത്ത ആധുനിക ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ രാഷ്ട്രശില്പിയാണ്. അദ്ദേഹം വഹിച്ച പങ്കെടുത്ത ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെയും ഇന്ത്യയും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് നേതൃത്വം നൽകിയ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, പാവങ്ങളുടെ പടനായികയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ മാറ്റം, ഇതെല്ലാം കുടുംബാധിപത്യമാണ് എന്ന് പറയുന്നത്. അതിന് ശരിയായിട്ടുള്ള മറുപടി കോൺഗ്രസ് പ്രസിഡന്റ് ഒരിക്കൽ രാജ്യസഭയിൽ പറഞ്ഞു. കോൺഗ്രസുകാരായ പല നേതാക്കന്മാരുടെയും മക്കളെ അടർത്തിയെടുത്ത് BJP-യിൽ കൊണ്ടുപോയി സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ട് അവരെയൊക്കെ BJP-യുടെ ഉയർന്ന തലങ്ങളിലേക്ക് വെച്ചു. അവരുടെ ലിസ്റ്റ് അദ്ദേഹം രാജ്യസഭയിൽ വായിച്ചു. പ്രധാനമന്ത്രി കുനിഞ്ഞിരുന്നതേ ഉള്ളൂ, മറുപടി പറഞ്ഞില്ല. ഒട്ടേറെ നേതാക്കളുടെ മക്കളെ, കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടിയിൽ കോൺഗ്രസ് നേതാക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ആളുകളെ അടർത്തിയെടുത്ത് BJP-യിൽ സ്ഥാനങ്ങൾ കൊടുത്ത് അവരെയൊക്കെ ഉയർത്തി കാണിക്കുന്ന ആളുകൾ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി എതിർക്കാൻ, സോണിയാഗാന്ധി എതിർക്കാൻ കുടുംബാധിപത്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതേക്കുറിച്ചല്ല. അതൊക്കെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എന്നതിൽ അശോകൻ ഈ പുസ്തകത്തിൽ. പിന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടുന്നത് എന്തിനോടാണ്? അദ്ദേഹം ഏറ്റുമുട്ടുന്നത് ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ജനങ്ങളിൽ വിദ്വേഷം പരത്തുന്ന ശക്തികൾക്കെതിരെ, അത്തരം പ്രതിഭാസങ്ങൾക്കെതിരെയാണ്. അദ്ദേഹം സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നു. ഞാൻ മനസ്സിലാക്കിയത് എന്നേക്കാൾ കൂടുതൽ ആന്റണിക്കറിയാം. മൻമോഹൻ സിംഗിന്റെ സർക്കാരിൽ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം നിർബന്ധിച്ചു. ഇഷ്ടമുള്ള വകുപ്പെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം മന്ത്രിസഭയിൽ ചേർന്നില്ല.
ഇപ്പോഴും ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കണം എന്ന അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമന്ത്രിയാകാൻ ഒരു ആഗ്രഹിക്കും. ഞാൻ പ്രധാനമന്ത്രിയാകാനല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് ഞാൻ. അതിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇതിൽ പറയുന്നുണ്ട്, വിദ്വേഷത്തിന്റെ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം പറഞ്ഞതാണ്, വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകും. സമാനതകളില്ലാത്തൊരു യാത്രയല്ലേ രാഹുൽ ഗാന്ധി നടത്തിയത്. മഹാത്മാഗാന്ധിക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ അതേ പാതയിലൂടെ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച രാഹുൽ ഗാന്ധി. ഞാൻ സത്യത്തിൽ ഭാരത് ജോഡോ യാത്രയിൽ കൂടുതൽ ദിവസം പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ശരിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു 10-17 ദിവസം നടന്നപ്പോൾ എനിക്ക് രാഹുൽ ഗാന്ധിയെ അറിയാം. PCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പലപ്പോഴും ആശയവിനിമയം. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എനിക്ക് മനസ്സിലായി. ഇതുപോലെ മറ്റുള്ളവരോട് കരുതൽ. ഞങ്ങൾ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കെയറും ഷെയറും അദ്ദേഹത്തിന് നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ PA ഒക്കെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊണ്ടു കൊടുക്കും. ഒരു തുടർച്ചയായിട്ട് നടക്കയില്ലേ. പക്ഷേ മുഴുവൻ ആളുകൾക്ക് കൊടുത്തിട്ടേ അദ്ദേഹം ഇല്ലുള്ളൂ. ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്ക് വരുമ്പോഴും ഞങ്ങളിടയ്ക്ക് ചായ കുടിക്കുമ്പോഴും മറ്റുള്ളവർ ചായ കുടിച്ചിട്ടേ അദ്ദേഹം ചായ കുടിക്കും. അതെല്ലാം ചെറിയ കാര്യങ്ങളാണെങ്കിലും രാഹുൽ ഗാന്ധി അതിലെല്ലാം വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഈ യാത്രയൊക്കെ ഏതാണ്ട് സമാപനത്തിൽ ഞങ്ങളെ എല്ലാം പിടിച്ചുകൂട്ടി യാത്രാനുഭവങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു അഭിപ്രായം, ഈ യാത്ര കഴിയുമ്പോൾ, ഇത് കാശ്മീരിൽ എത്തുമ്പോൾ, അങ്ങ് രാഹുൽ ഗാന്ധി എന്ന പേരിനേക്കാൾ മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ അനുയായി എന്ന പേരിനാണ് അങ്ങ് അർഹരാകാൻ പോകുന്നത്. അദ്ദേഹം ചിരിച്ചു. പക്ഷെ അതാണ് സംഭവിച്ചത്. അതിൽ തന്നെ അദ്ദേഹം ഈ സംഘപരിവാറിന് എതിരെ, ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്താൻ, എതിരായി നടത്തുന്ന പോരാട്ടത്തിൽ അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തത് പിന്നെ അശോകൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സംഘപരിവാറിനെ എതിർക്കുന്നൊന്നുമല്ല, RSSനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? RSS ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ല. പോൾവാർക്കറുടെ ചിന്താധാര മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ, ആശയങ്ങളിൽ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുമായി ഏറ്റുമുട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുത്വത്തെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു, രണ്ടും രണ്ടാണ്. മഹാത്മാഗാന്ധി ഹിന്ദുവാണ്. മഹാത്മാഗാന്ധിയുടെ ഘാതകനായ ഗോഡ്സെ ആണ് യഥാർത്ഥ ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്നയാൾ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹിന്ദു സത്യാന്വേഷിയാണ്. മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഒരു ഹിന്ദു എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങളാണ്. പക്ഷെ ഹിന്ദുത്വവാദി സത്യാന്വേഷിയല്ല, അധികാരം കാക്ഷിക്കുന്നവരാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം നടത്തുന്ന പോരാട്ടം അതിനാണ്. ഇപ്പോഴും ആ പോരാട്ടം തുടരുകയാണ്. സംഘപരിവാറിനെതിരെ, RSS ഉയർത്തുന്ന വിഭജന രാഷ്ട്രീയത്തിനെതിരെ, വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ, ഇന്ത്യയുടെ ഐക്യത്തെയും ഇന്ത്യയുടെ അഖണ്ഡതയെയും തകർത്ത് ഇന്ത്യയുടെ മതേതരത്വത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ പാതയിൽ വെല്ലുവിളികളിൽ പതറാതെയുള്ള രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇത്തരം ഒരു പുസ്തകം അശോകൻ രചിച്ചതിന് അദ്ദേഹത്തെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയും ഈ പുസ്തകം കോൺഗ്രസുകാരെല്ലാം വായിക്കേണ്ടതാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ കുറെ കോപ്പികൾ വാങ്ങി ഞങ്ങളിവിടെ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും നേതാക്കന്മാർക്ക് എല്ലാം കൊടുക്കാം. അതുകൊണ്ട് ഇതിന്റെ പ്രസാധകരോട് കുറെ കോപ്പികൾ ഞങ്ങൾ എടുക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ ആദ്യത്തെ കച്ചവടം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ കൂടെ യേശുവിന്റെ നീലപതാക പിടിച്ചുകൊണ്ട് മലബാർ പ്രദേശത്താകൊണ്ട് നടന്ന ഈ പുസ്തകം പിടിച്ച അശോകനെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി BJPയുടെ എല്ലാവിധ പ്രചരണ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നന്മയുടെ പ്രതീകമായ, മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകമായ രാഹുൽ ഗാന്ധിയെ പപ്പു പപ്പു എന്ന് വിളിച്ച് അദ്ദേഹത്തെ കുറച്ച് വേർതിരുത്താൻ ശ്രമിക്കുകയാണ്.
രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയുടെ ഒറ്റയായ ചിത്രം ഫേസ്ബുക്കായി എഴുതിയ അശോകനെ അഭിനന്ദിക്കുന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച എൻ്റെ സുഹൃത്ത് സന്യക്കുട്ടിയും അഭിനന്ദിക്കുക. എൻ്റെ പൊതുപ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തനം മാത്രമല്ല, വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ യേശു കോൺഗ്രസ് കാലഘട്ടം മുതൽ കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി. ഇന്ന് വരെ ഞാൻ ആരാധനാ മനോഭാവത്തിൽ കാണുന്ന രണ്ട് വ്യക്തികൾ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ കളിയാക്കാറുണ്ടെങ്കിലും ഞാൻ നെഹ്റു കുടുംബത്തിൻ്റെ അന്ധനായ ഒരു അനുയായിയാണ്. എന്തുകൊണ്ട്? ജവഹർലാൽ നെഹ്റുവിനെ ഞാൻ നേരിട്ട് അടുത്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ ചേർത്തല സ്കൂളിൽ പഠിക്കുമ്പോൾ ചേർത്തല ദേവി ക്ഷേത്ര വിധാനിയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ വരുമ്പോൾ ജയ് ജയ് ജവഹർലാൽ എന്ന മുദ്രാവാക്യം നേതാക്കൾ പറഞ്ഞപ്പോൾ ഏറ്റുപിടിച്ച ആളാണ് ഞാൻ. പണ്ഡിറ്റ്ജി എന്നല്ല പറഞ്ഞത്, ജയ് ജയ് ജവഹർലാൽ എന്നത് മുദ്രാവാക്യമായിരുന്നു. ഞാൻ മഹാരാജാസ് പഠിക്കുമ്പോൾ മഹാരാജാസ് ഗ്രൗണ്ടിൽ പണ്ഡിറ്റ്ജി, അന്ന് പണ്ഡിറ്റ്ജിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കമ്മ്യൂണിസ്റ്റുകാരെഴുതും ഡാങ്കെ റിപ്ലേസ് ജവഹർലാൽ നെഹ്റു എന്നുള്ള ഡാങ്കയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് അവരുടെ പ്രസവം നടന്നു. അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത്. അതിൻ്റെ വേറൊരു ഘട്ടം 1984 ആഗസ്റ്റിലാണ് തുടങ്ങിയത്. 1984 ആഗസ്റ്റിൽ ഒരു ദിവസം ഞാൻ എറണാകുളത്തെ മാസോട്ടിൽ ഉച്ചയ്ക്ക് വിശ്രമിക്കുമ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്നും ഒരു ടെലിഫോൺ കാൾ വന്നു. അങ്ങേ തലയ്ക്കൽ രാജീവ് ഗാന്ധിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആ കുടുംബത്തിന്റെ ഒരു കുലീനതയാണ്, ആനജിക്ക് തരപ്പെടുമെങ്കിൽ എത്രയും വേഗം അന്നെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അവരുടെ പ്രത്യേകതയാണ്, ഡൽഹിക്ക് വേഗം വരാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഡൽഹിയിലെത്തി. കേരള ഹൗസിൽ നിന്ന് ടാക്സി വിളിച്ച് 1-ാം നമ്പർ സബ്ദ ജോഗിംഗ് റോഡിലെത്തി. പോർട്ടിക്കോയിൽ രാജീവ് ഗാന്ധി കാത്തു നിൽക്കുന്നു. ഉടനെ അദ്ദേഹം എന്നെ ഇന്ദിരാഗാന്ധി റൂമിലേക്ക് കൊണ്ടുപോയി. കുശലാന്വേഷണത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ഞാൻ ACC ജനറൽ സെക്രട്ടറി നിയമിക്കാൻ ആഗ്രഹിക്കുന്നു, സമ്മതമല്ലെന്ന് ചോദിച്ചു. സമ്മതം ഞാൻ പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ഇന്ദിരാജിയുടെ കൂടെ ACC ജനറൽ സെക്രട്ടറി, രാജീവ് ഗാന്ധിയുടെ കൂടി ജനറൽ സെക്രട്ടറി ഇന്ദിരാജി വെച്ച് മരണത്തിന് ശേഷം അന്ന് മുതൽ നെഹ്റു കുടുംബവുമായി എനിക്ക് വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട്. ആ കുടുംബാംഗങ്ങളുമായി, ആ കുടുംബത്തിന് പ്രവർത്തന രീതിയുമായിട്ട്. ഞാൻ ഡൽഹിയിൽ ചെന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ACC ഓഫീസിലും 1-ാം നമ്പർ സബ്ജക്റ്റിന് പോകുമ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയങ്ങളിലൊന്ന്, ഭൂഷാല ചർച്ചകളൊന്ന്, ഇന്ദിരാജി എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഇന്ദിരാഗാന്ധി കേൾക്കുന്നില്ലല്ലോ, ഡൽഹിയിലെ ഇന്റലിജൻസ് ബ്യൂറോ തുടങ്ങിയിട്ടുള്ള എല്ലാ സുരക്ഷാ ഏജൻസികളും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു, അങ്ങയുടെ വീട്ടിൽ അങ്ങയുടെ തൊട്ടടുത്ത് തൂക്കുമായി നിൽക്കുന്ന 2 രക്ഷാഭടന്മാരെ മാറ്റണം, അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്ന് പറയും. ഇന്ദിരാഗാന്ധി പറഞ്ഞു,
സാധ്യമല്ല, സാധ്യമല്ല. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട രക്ഷാധികാരികളെ മാറ്റി എനിക്ക് ജീവിക്കണ്ട. അത് നല്ലൊരു സന്ദേശം നല്ലതല്ല, ഇന്ത്യയുടെ ഐക്യത്തിന് നല്ലതല്ല, ഇന്ത്യയുടെ മതേതരത്തിന് നല്ലതല്ല. ഇന്ദിരാഗാന്ധി കുറച്ചു നിന്നു. ഇന്ദിരാഗാന്ധിക്ക് അറിയാം ഏത് നിമിഷവും കൊല്ലപ്പെടാം. അതുകൊണ്ടാണല്ലോ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഒറീസയിൽ ഭുവനേശ്വരത്ത് പ്രസംഗിച്ചത്, എന്റെ അവസാനത്തോട് രക്തം വരെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ രക്തം ചിന്താൻ തയ്യാറെന്ന് പറഞ്ഞത്. അപ്പോ ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? മതേതരത്വത്തിന് വേണ്ടി, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ തയ്യാറുള്ള ഒരു കുടുംബത്തിന്റെ തലവെന്നത് എന്താണ് ഇന്ദിരാഗാന്ധി. അതിന്റെ ഇന്ദിരാഗാന്ധിയോട് ഞാൻ പൂർത്തിച്ചു. രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് അവസാന നിമിഷം വരെ കൈകൂപ്പിക്കൊണ്ട് രാജീവ് ചെയ്യരുത് എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. കാരണം ഇന്ദിരാജിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയുണ്ട്. പക്ഷെ സഹപ്രവർത്തകരെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിനും എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം ചുവടുകൊടുക്കുണ്ടായി. സംഭവിച്ചു. ആദ്യം ശ്രീലങ്കയിൽ പോയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഗാർഡ് ഓഫ് ഓണറിനിടയിൽ ഗാർഡുകൾ അദ്ദേഹത്തിനെ തോക്കുകൊണ്ട് അടിച്ചു വീഴ്ത്തി കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം യാദൃച്ഛികമായി അത് രക്ഷപ്പെട്ടു. പിന്നീടാണ് ശ്രീപെരുമ്പത്തൂരിൽ അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെട്ടു. ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്തിന് ശേഷം ശക്തിസ്ഥാനിൽ, ഇന്നത്തെ ശക്തിസ്ഥാൻ, അന്ന് ശക്തിസ്ഥാനല്ല, ഇന്ദിരാഗാന്ധി ചിതയൊരുക്കിയിരിക്കുകയാണ്. ആ ചിതയ്ക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധിക്ക് തൊട്ടരികിൽ, സോണിയാഗാന്ധിക്ക് തൊട്ടരികിൽ 2 കൊച്ചുകുട്ടികൾ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവരങ്ങനെ കരയുന്നില്ല, വിനുമ്പുന്നുണ്ട്. അത് ഞാൻ അന്ന് ACC ജനറൽ സെക്രട്ടറിയായി കണ്ട കാഴ്ചയാണ്. പിന്നീട് രാജീവ് ഗാന്ധിയുടെ കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്നത്തെ ശക്തിസ്ഥലിലാണ് അദ്ദേഹത്തിന് ചിലവഴിക്കുന്നത്. അന്നും സോണിയാഗാന്ധിക്കൊപ്പം കുറച്ചുകൂടി മുതിർന്ന 2 കുട്ടികൾ, രാഹുലും പ്രിയങ്കയും നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ പരിചയപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. രാജീവ് ഗാന്ധിയെ പോലെ തന്നെയായിരുന്നു, ഒരു താല്പര്യവുമില്ലായിരുന്നു. ലണ്ടനിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ അവിടെ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അവസാനം അമ്മയുടെ സഹായത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നു, രാഷ്ട്രീയത്തിൽ ഇറങ്ങി. എല്ലാവരും കൊണ്ട് നിർബന്ധിച്ച് കോൺഗ്രസ്സുകാരനായി, ACC ജനറൽ സെക്രട്ടറിയായി, കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി, പിന്നെ കോൺഗ്രസ് പ്രസിഡന്റായി. അതിനുശേഷം നടന്ന ഇലക്ഷൻ 2014 അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായിരിക്കും. നടന്ന ഇലക്ഷൻ അല്ല, ഇലക്ഷനില്ല, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് അല്ല. ഇലക്ഷൻ തോറ്റു. 2019 തോറ്റു. 19 തോറ്റു കഴിഞ്ഞപ്പോൾ വർക്കിംഗ് കമ്മിറ്റി കൂടി. ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഞങ്ങളെ എല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ തോൽവി എന്നെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ തോൽവിക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. ഞെട്ടിപ്പോയി എല്ലാവരും.
ആദ്യം ഒന്നടങ്കം രാഹുൽജി ചേരുതും ദൈവം അറസ്റ്റ് നിന്നു. ഇതാണ് മനസ്സോടെ സോണിയാഗാന്ധി പ്രസിഡാക്കിയത്. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 വർഷം കഴിഞ്ഞു. അതിനുശേഷം നിരന്തരമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, പോഷക സംഘടനകൾ, സംസ്ഥാന PCCകൾ, സോണിയാഗാന്ധി വരെ രാഹുൽ ഗാന്ധിയോട് പ്രസിഡന്റ്ഷിപ്പ് വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കിനി പ്രസിഡന്റ്ഷിപ്പ് വേണ്ട. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ, കാർഡുമ്പിനേക്കാൾ കഠിനമായ നിശ്ചയദാർഢ്യത്തിന്റെ ആദ്യം നാം മനസ്സിലാക്കുന്നത്. ഒരു തീരുമാനമെടുത്താൽ ചാഞ്ചാട്ടമില്ല. അതാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഭാരത ജോഡോ യാത്രയ്ക്ക് പുറപ്പെട്ടു. പല സുഹൃത്തുക്കളും പറഞ്ഞു, ഇത്രയും ദൂരം അദ്ദേഹത്തിന് അല്പം മുട്ടുവതിനിടയ്ക്ക് വരാറുണ്ട്. നടക്കണോ? കുറെ നടക്കുക, കുറെ കാറിൽ പോവുക എന്നാണ് അദ്ദേഹത്തിന് അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കൾ പറയുന്നത്. അദ്ദേഹം അത് കേട്ടു, പുഞ്ചിരിച്ചു. പക്ഷേ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ മഴയും മഞ്ഞും വെയിലും വകവയ്ക്കാതെ 3000-ഓളം കിലോമീറ്റർ നടന്നു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം. ആ നടപ്പിലാണ് പപ്പു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ആരാണ് ഇന്ത്യക്കാർ മനസ്സിലാക്കിയത്. വഴിയോരം നിൽക്കുന്ന കുട്ടികളെ, വിദ്യാർത്ഥികളെ, അമ്മമാരെ, സഹോദരിമാരെ, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ല രാഹുൽ ഗാന്ധിയുടെ അപ്പോഴാണ് രാഹുൽ ഗാന്ധി ആരാണ്, ഇത്രയും നന്മയുള്ള, മനുഷ്യസ്നേഹമുള്ള ഒരു നേതാവാണല്ലോ രാഹുൽ ഗാന്ധി എന്ന് ജനങ്ങൾ അറിയത് ഭാരത ജോഡോ യാത്രയ്ക്ക് ശേഷമാണ്. യാത്ര കാശ്മീരിലെത്തി. ശ്രീനഗറിൽ യോഗം പറ്റില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ശ്രീനഗറിൽ തന്നെ യോഗം നടക്കും, അവിടെ യോഗം നടത്തിയേ ഞാൻ മടങ്ങൂ. അവസാനം ഭരണകൂടം അയഞ്ഞു. ശ്രീനഗറിൽ മഞ്ഞു പുതച്ച ആ ദിവസം യോഗം നടത്തി. അവിടെയും രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യമുണ്ടായി. മണിപ്പൂരിൽ കലാപമുണ്ടായി. 100 കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടു എല്ലാ ഭാഗത്തു നിന്നും. പ്രധാനമന്ത്രിയോട് പോകാൻ പറഞ്ഞു. അദ്ദേഹം പോയില്ല. കേന്ദ്രമന്ത്രിമാര് പോയില്ല. ആദ്യമായി അവിടെ പോയി ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ ചെന്നു. എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അവിടെ പ്രസ് കോൺഫറൻസിനുണ്ടെങ്കിൽ പോകാനാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകത്തില്ല. ഞാൻ ഈ കലാപത്തിന് പരമായി കൊല്ലപ്പെട്ടവരുടെ വീടുകൾ, തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾ, തകർക്കപ്പെട്ട പ്രദേശങ്ങൾ അത് കാണാതെ ഞാൻ മടങ്ങുന്ന പ്രശ്നമില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തു. അവസാനം കാശ്മീരിലെ പോലെ ഇവിടെയും ഭരണകൂടം മുട്ടുമടക്കി. രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ഇംഫാലിലെ മൈത്രി ഭവനങ്ങൾ, അവിടെ തകർക്കപ്പെട്ട എല്ലാ ആരാധനാലയങ്ങളും, താഴ്വരയിലെ കുക്കി പ്രദേശങ്ങൾ, നാഗാപ്രദേശങ്ങൾ എല്ലാം പോയി എല്ലാവരെയും ആശ്വസിച്ച് മടങ്ങി. അതിനുശേഷം ഭാരത ജോഡോ ന്യായ യാത്ര ആരംഭിച്ചു. മണിപ്പൂരിൽ തുടങ്ങാൻ തീരുമാനിച്ചു. മണിപ്പൂർ ഗവൺമെന്റ് പറഞ്ഞു, തുടങ്ങിക്കോ, പക്ഷെ ആൾക്കൂട്ടമുള്ള യോഗം പറ്റില്ല. ഒരു ആൾക്കൂട്ടമില്ലാത്തൊരു മലയാളത്തിൽ യോഗം നൽകാൻ പറഞ്ഞു. അദ്ദേഹം നടപ്പുള്ള കാര്യമില്ല, ആൾക്കൂട്ടത്തിലെ ഞാൻ പ്രസംഗിക്കൂ. വാശി പിടിച്ചു. ഗവൺമെന്റ് മുട്ടുമടക്കി. രാഹുൽ ഗാന്ധി പറഞ്ഞ മൈതാനത്തെ യോഗം നടത്തി. അവിടേക്ക് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണണം. തീരുമാനമെടുത്താൽ പ്രത്യേകം നോക്കില്ല, കുറച്ച് തീരുമാനം. അങ്ങനെ രാഹുൽ ഗാന്ധി നിന്നു. അതാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ
ജവഹർലാൽ നെഹ്റു ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് അതിന് സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ച തൊട്ട് മുഴുവൻ കണ്ടുകെട്ടി. ഇന്ത്യയിലെ 8 സ്റ്റേറ്റുകളിലായി 20 കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. സവർക്കറെ കുറിച്ച് പ്രസംഗിച്ചതിന്റെ പേരിൽ ആ കേസിൽ അദ്ദേഹത്തിന് ലോക്സഭാംഗത്തിന്റെ രാജ്യം നഷ്ടപ്പെടുത്തി, വീടൊഴിയാൻ പറഞ്ഞു. ആ കേസിൽ വിധി വന്നോടൻ ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറായിട്ട് അദ്ദേഹം റെഡിയായി നിൽക്കുകയാണ്. മുട്ടുമടക്കിയില്ല. സുപ്രീം കോടതി അങ്ങ് പ്രത്യേകിച്ചു കൊടുത്തു. അതാണ് രാഹുൽ ഗാന്ധി. തീരുമാനമെടുത്താൽ എന്ത് പ്രത്യാഘാതം വന്നാലും നിലപാട് ഉറച്ചു നിൽക്കുന്ന നിശ്ചയദാർഢ്യമുള്ള കരുത്തിന്റെ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. ഇന്ന് അദ്ദേഹം ഒരു പട നയിക്കുകയാണ്. തുടങ്ങിയത് കോൺഗ്രസിന്റെ പടയണിയുമായിട്ടാണ്. എന്തിനു വേണ്ടി? ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം, ജനാധിപത്യം സംരക്ഷിക്കണം, രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം ഡൈവേഴ്സിറ്റി സംരക്ഷിക്കണം, സാമൂഹ്യ നീതി സംരക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള പടയോട്ടം അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹം കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അദ്ദേഹം ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസം നിലപാടെടുത്തു. നമ്മൾ ഇത്തവണ എത്ര സീറ്റ് മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ വാശി പിടിക്കണ്ട. എത്ര സീറ്റ് നമ്മൾ മത്സരിക്കുന്നതല്ല പ്രശ്നം, എങ്ങനെ മോഡിയെ തോൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറച്ച സീറ്റാണ് 100 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഡൈജസ്റ്റ് ചെയ്ത കാര്യമാണ്. അതാണ് അദ്ദേഹത്തിലെ പ്രാഗ്മാറ്റിസം. അങ്ങനെ കുറഞ്ഞ സീറ്റ് മത്സരിച്ചുകൊണ്ട് നരേന്ദ്രമോദി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 28 പാർട്ടികളെ, ഇനിയും ബഹുമാനിക്കുന്ന 28 പാർട്ടികളെ അദ്ദേഹം കോർത്തിണക്കി ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. ഇന്ത്യ മുന്നണി പടയോട്ടം ആരംഭിച്ചു. ചിത്രം മാറി. എന്നെ പ്രഖ്യാപിച്ചപ്പോൾ ഈസിയായി BJP ജയിക്കും, നിങ്ങൾ പാഴ്വില കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ 2 ആഴ്ചയായിട്ട് ചിത്രം മാറുകയാണ്. BJP പ്രതീക്ഷകൾ മാറി മറയുന്നു. ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുന്നു. രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ആകുമ്പോഴല്ല, ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ആശയം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന, അതിന്റെ ബേസിക് സ്ട്രക്ചർ അത് കാത്തുസൂക്ഷിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന തത്വങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള പടയോട്ടത്തിൽ അദ്ദേഹം മുന്നണിയിൽ പ്രബലമായിട്ട് നിൽക്കുന്നു. ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി, ഭരണഘടനയുടെ അടിസ്ഥാന നയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരാൻ പോകാൻ തയ്യാറുള്ള, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വന്ന വളർച്ച ശാരീരിക വളർച്ചയല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന മാറ്റങ്ങൾ, ഞങ്ങളുടെ സ്നേഹം, ഇന്ത്യ വളർന്നു വരുന്ന രണ്ട് ഇന്ത്യയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ, 2 ഇന്ത്യ, ക്രോണിക് ക്യാപിറ്റലുകളുടെ ഇന്ത്യ, പാവപ്പെട്ട കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ചെറുപ്പക്കാരുടെയും കഷ്ടപ്പെടുന്ന ഇന്ത്യ, ഈ 2 ഇന്ത്യ തമ്മിലുള്ള അന്തരം കുറയ്ക്കണം, അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിജി, നെഹ്റു, അംബേദ്കർ ആദ്യകാലത്തിൽ വ്യത്യസ്തമാണ്. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ചിന്തകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ ധാരയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്, നേതൃത്വം നൽകുന്നത്. ആ രാഹുൽ ഗാന്ധി നാളെ എന്താകുമെന്നുള്ളതല്ല പ്രശ്നം. ഒന്ന് തീർച്ചയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ കരങ്ങൾ, ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ കരങ്ങളിൽ ഭദ്രമാകുന്നൊരു കാലഘട്ടം വരും തീർച്ചയാണ്. ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാവുന്ന വിശ്വസനീയമായ നേതാവ്, ഇന്നും കോൺഗ്രസ് എതിർക്കുന്ന ഡോക്ടർ അംബേദ്കറിന്റെ കൊച്ചുമകൻ, എന്റെ കൂടെ ആഴ്ചയിലുണ്ടായിരുന്ന ആളാണ് പ്രകാശ് അംബേദ്കർ. അദ്ദേഹം
മനോരമയിൽ വായിച്ചു. വിശ്വസിക്കാവുന്ന നേതാവാണ്. എതിർക്കുന്നതിനെ കുറിച്ച് പറയുന്നത് വിശ്വസിക്കാവുന്ന ഗൗരവമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പൊ നാളത്തെ ഇന്ത്യയിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, ഏറ്റവും വിശ്വസിക്കാവുന്ന, ക്രെഡിബിലിറ്റിയുള്ള, വിശ്വാസമുള്ള നേതാവായി രാഹുൽ ഗാന്ധി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ഒരു ചിത്രം, ചെറിയ പുസ്തകമാണ് എങ്കിലും ഹൃദയസ്പർശിയായി ചുരുങ്ങിയ ആഴ്ചകൾ കൊണ്ട് എഴുതി തീർത്ത അശോകനെ അഭിനന്ദിക്കുന്നു. ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ തന്നെക്കുട്ടി അഭിനന്ദിക്കുന്നു. തന്നെക്കുട്ടി നല്ലൊരു ബിസിനസ്മാനാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല വിലപേശ നടത്തി അച്ഛനുമായിട്ട്. ഈ പുസ്തകം കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഈ രാജ്യത്ത് വർഗീയ ശക്തികളോട് പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ ഭരണഘടന അതിന്റെ തത്വങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, പൗരാവകാശങ്ങൾ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം എന്നെക്കുട്ടി ഈ പുസ്തകം വായിക്കണം. അവരുടെ കൈകളിലെല്ലാം ഈ പുസ്തകം എത്തിക്കാനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്യണം. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കച്ചവട തന്ത്രങ്ങൾ അറിയത്തില്ല. പക്ഷേ ഈ പുസ്തകം എല്ലാവരും പണം കൊടുത്ത് വാങ്ങണം. ഈ പുസ്തകത്തിന് വായിച്ചു കഴിയുമ്പോൾ ആരാണ് ഈ രാഹുൽ ഗാന്ധി, എങ്ങനെ രാഹുൽ ഗാന്ധി കൊച്ചു പയ്യൻ രാഹുൽ ഗാന്ധിയായി, ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരുമായി കളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ കൂട്ടിലടച്ച അച്ഛയെ പോലെ കഴിയേണ്ടി വന്ന മുത്തശ്ശിയുടെയും പിതാവിൻ്റെയും അകാലത്തിലുള്ള രക്തസാക്ഷിത്വമുണ്ടാക്കിയ അന്തരീക്ഷത്തിൽ കൂട്ടിലടയ്ക്കപ്പെട്ട് സുരക്ഷാപരന്മാരുടെ ബലത്തിൽ ജീവിച്ച, കളിക്കാൻ കൂട്ടുകാരില്ലായിരുന്ന ആ രാഹുൽ ഗാന്ധിക്കുണ്ടായ വളർച്ച ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സ്റ്റാഗ്നല്ല, മാറുന്ന കാലത്തിനുള്ള പുതിയ ചിന്താധാരകൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു അനുയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗാന്ധിജി, നെഹ്റു, അംബേദ്കർ, ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിന്തയിലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആദർശപുരുഷന്മാർ. ഈ പുസ്തകത്തിന് നല്ല പ്രചാരമുണ്ടാക്കുവാൻ എല്ലാവരും സഹായിക്കണം. നല്ല വിൽപ്പന ഉണ്ടാകട്ടെ. കൂടുതൽ നല്ല പുസ്തകങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിനുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത പുസ്തകത്തെ കുറിച്ച് കേട്ടു. അടുത്ത പുസ്തകം അപ്പുക്കുട്ടൻ മണിക്കുന്ന ടച്ചബിളാണോ അൺടച്ചബിളാണോ കരുതി. അപ്പുക്കുട്ടൻ മണിക്കുന്നിന്റെ സുഹൃത്താ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നില എനിക്കറിയില്ല. അതുകൊണ്ട് പുസ്തകത്തിന്റെ ആ പുസ്തകം ഇച്ചിരി പ്രയാസപ്പെടേണ്ടി വരും. കാരണം ഞാൻ അപ്പുക്കുട്ടിന്റെ ആദ്യത്തെ ദിവസം വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകം കുറിച്ച് തന്നെ അങ്ങനെ വിവിധ നേതാക്കന്മാരെ കുറിച്ചുള്ള അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് കേരളത്തിലെ ഒരു നാളെ പല പ്രസിദ്ധീകരണശാലകളും അങ്ങനെയല്ലേ, DC തുടങ്ങിയത് അങ്ങനെയല്ലേ, DC ഇല്ലായ്മയിലും തുടങ്ങിയതാണ്. അങ്ങനെ സണ്ണിക്കുറ്റി എബ്രാഹു ഒരു നല്ല പുസ്തക പ്രസാധകരായി മാറട്ടെ. നല്ല ഒരു പബ്ലിഷിംഗ് ഹൗസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.